പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് യുവമോർച്ച. പ്രതിപക്ഷ നേതാവിനെ തേങ്ങ ഉടയ്ക്കാൻ ക്ഷണിച്ച് യുവമോർച്ച. തേങ്ങ വേണമെങ്കിലും കാള വേണമെങ്കിലും തരാൻ തയ്യാറെന്ന് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി എസ് അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു കുട്ട നിറയെ തേങ്ങയുമായി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചാണ് വി.ഡി. സതീശനെ അഖിൽ തേങ്ങയുടയ്ക്കാൻ ക്ഷണിച്ചത്. ആദ്യം പ്രതിപക്ഷ നേതാവിന്റെ രാവിലത്തെ വാക്കുകൾ നോക്കാം. ഒരു കാളയുമായിട്ട് കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. ആ കാളയുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ BJP-കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തിക്കും. വെയിറ്റ് ചെയ്താൽ മതി. വാർത്തയുടെ വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വി.ഡി. സതീശന്റെ വാക്കുകൾക്ക് ഉചിതമായ മറുപടി നൽകിയിരിക്കുകയാണ് യുവമോർച്ച. വിവരങ്ങൾ. നീലിമ, ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ചുകൊണ്ടും ഒപ്പം തന്നെ അദ്ദേഹത്തിനെ ചില രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നിലപാടുകൾക്കെതിരെ യുവമോർച്ച പ്രതിഷേധം നടത്തിയത്. തുടർച്ചയായി സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് വിത്തുകാളയെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് എത്തിച്ച യുവമോർച്ച സംസ്ഥാന കമ്മിറ്റി പ്രതിഷേധം നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടക്കം തെരുവുകളിൽ തടയും. നിയമസഭാ സമ്മേളനത്തിന് അദ്ദേഹം തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ഇതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം വി.ഡി. സതീശനും നേരിടേണ്ടി വരും എന്നുള്ള സൂചന നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചില കാര്യങ്ങളുണ്ട്, അത് ചില ഫോൺ സംഭാഷണങ്ങളടക്കം പുറത്തുവിടും. അതിൽ രാജീവ് ചന്ദ്രശേഖരന് വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരും, അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഭീഷണിയൊക്കെ ഇന്ന് വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയുണ്ടായി. യുവമോർച്ചയും ഒപ്പം തന്നെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെയും വെല്ലുവിളിക്കുന്നൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്, പ്രതികരണവുമായി എത്തിയിട്ടുള്ളത്. അതായത് പ്രതിപക്ഷ നേതാവിനെ തേങ്ങ ഉടയ്ക്കാൻ ക്ഷണിച്ചിരിക്കുകയാണ് യുവമോർച്ച സംസ്ഥാന നേതൃത്വം. തേങ്ങ വേണമെങ്കിൽ കാള വേണമെങ്കിലും തരാൻ തയ്യാറാണ് എന്നുള്ളതാണ് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി എസ് അഖില ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ തേങ്ങയുമായുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതായത് എന്തൊക്കെയോ കയ്യിലുണ്ട് എന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവ് ചില വെല്ലുവിളികൾ നടത്തിയിരുന്നു. അങ്ങനെയങ്ങ് പറയാനാണെങ്കിൽ, അങ്ങനെയങ്ങ് വെല്ലുവിളിക്കാനാണെങ്കിൽ ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ ഈ പ്രതികരണത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം യുവമോർച്ച നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുൻപും ഇത്തരത്തിൽ തങ്ങൾ പ്രതിരോധത്തിലാകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെയും ആ പ്രതിഷേധങ്ങൾ നടത്തുന്നവരെയും ഒക്കെ ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ നടത്തി തളർത്താൻ പ്രതിപക്ഷം തയ്യാറാകുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷനെതിരെയും ഒപ്പം തന്നെ യുവജന സംഘടനയായ യുവമോർച്ചയ്ക്കെതിരെയും പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. എന്തായാലും അതിൽ ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള വിഷയങ്ങളിൽ യുവമോർച്ചയുടെ സംസ്ഥാന നേതൃത്വം. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.